കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവത്തിൽ പൾസർ സുനിയുടെ സഹതടവുകാരൻ ജിൻസന്റെ രഹസ്യമൊഴി പോലീസ് രേഖപ്പെടുത്തി. ആക്രമണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് സുനി ജിൻസനോട് പറഞ്ഞിരുന്നു. ആക്രമണം നടത്തിയത് മറ്റൊരാൾക്ക് വേണ്ടിയെന്നും സുനി പറഞ്ഞിരുന്നു. സുനിയുടേത് ബ്ലാക്ക്മെയിലിംഗ് തന്ത്രമാണെന്ന് പോലീസിന് സംശയം. ഇപ്പോൾ സാലിഹ് മുഹമ്മദ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. സാലി, ഒരുപക്ഷെ പുതിയൊരു വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇവിടെ ഈ പുതിയ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് ജിൻസന്റെ രഹസ്യമൊഴിയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും കേസ് ഏത് വിധത്തിലാകും മുന്നോട്ട് പോവുക? സൗമ്യ, ഇക്കാര്യത്തിൽ രണ്ടുണ്ട് കാര്യം. ഒന്ന്, ഒരു പക്ഷേ പൾസർ സുനി സഹതടവുകാരനോട് പറഞ്ഞത് സത്യമാണെങ്കിൽ ഇതിന് പിന്നിൽ വളരെ ഗൗരവതരമായ ഒരു ഗൂഢാലോചനയുണ്ട്. മറ്റൊന്ന്, പോലീസ് സംശയിക്കുന്നത് പോലെ ബ്ലാക്ക് മെയിലിംഗ് ആണെങ്കിൽ, ഏതെങ്കിലും പ്രമുഖനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാനുള്ള പൾസർ സുനിയുടെ തന്ത്രമാണെങ്കിൽ അതങ്ങനെ അവസാനിക്കും. പക്ഷേ ഇതാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം. നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സബ് ജയിലിൽ റിമാൻഡിലായിരുന്ന സമയത്ത് പൾസർ സുനി തന്റെ സഹതടവുകാരനോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് ചാലക്കുടി സ്വദേശിയായ ജിൻസൺ എന്നൊരാളാണ്. അയാൾ വലിയൊരു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ അതേ ജയിലിൽ കഴിയുകയായിരുന്നു. അവർ ഒരു സെല്ലിലായിരുന്നു. അങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഇതിന്റെ പിന്നിലെ ഗൂഢാലോചനയെ കുറിച്ച് തന്നോട് പൾസർ സുനി പറഞ്ഞു എന്നാണ് ജിൻസൺ പറഞ്ഞിരിക്കുന്നത്. അത് പൾസർ സുനി പറഞ്ഞത് മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരം താൻ ഇത് ചെയ്തു എന്നുള്ള തരത്തിലൊരു മൊഴിയാണ് നൽകിയത്. സ്വാഭാവികമായും ജയിലധികൃതർ ഇതറിയുകയും ജയിലധികൃതർ അന്വേഷണ സംഘത്തിന് വിവരം കൈമാറുകയും ചെയ്തു. അതിനെ തുടർന്ന് ജയിലധികൃതർ നൽകിയ വിവരം അനുസരിച്ച് പോലീസ് ഈ ജിൻസന്റെ മൊഴിയെടുത്തു. അതിനെ തുടർന്ന് ഇവർ നടത്തിയ അന്വേഷണ സംഘം നടത്തിയ ഒരു കൂടിയാലോചനയുടെ ഫലമായിട്ടാണ് ഇപ്പോൾ ഒരു പുതിയ തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. ജിൻസന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുക, അതായത് ഒരു മജിസ്ട്രേറ്റിന് മുമ്പാകെ 164 സ്റ്റേറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്ന തീരുമാനം. കാരണം ഇതുമായി ബന്ധപ്പെട്ട് പൾസർ സുനി ജിൻസനോട് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് ജിൻസൺ ഒരു മജിസ്ട്രേറ്റിന് മുമ്പാകെ പറയുക, അത് രേഖപ്പെടുത്തുക, ഔദ്യോഗികമായി നിയമപരമായി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ തെളിവ് നിയമപ്രകാരം അത് എത്രമാത്രം പ്രോസിക്യൂഷന് സഹായകരമാകും, അന്വേഷണ സംഘത്തിന് സഹായകരമാകും എന്നൊരു സംശയമുണ്ട്. കാരണം ഒരു പ്രതി തന്നെ തനിക്കെതിരായ തെളിവ് മറ്റൊരാളോട് പറയുന്നത് തെളിവ് നിയമപ്രകാരം അത് സ്വീകാര്യമല്ല. അതുകൊണ്ട് തന്നെ അതിന് ചില നിയമപരമായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എല്ലാ പഴുതും അടച്ചു എന്ന് പോലീസിന് അന്വേഷണ സംഘത്തിന് കോടതി മുമ്പാകെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടിയാവണം ഇപ്പോൾ ഈ ജിൻസന്റെ സഹതടവുകാരന്റെ 164 സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനൊരു മറുവശമുണ്ട്. പോലീസ് സംശയിക്കുന്നത് ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി, കുറെ നാളുകളായി പിടിക്കപ്പെട്ടത് മുതൽ പല ഘട്ടങ്ങളിലായി ഇയാൾ പൾസർ സുനിയെ പോലീസ് ചോദ്യം ചെയ്തു, അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. അപ്പോഴൊന്നും പറയാത്ത ഒരു കാര്യം, വളരെ നാടകീയമായി തന്റെ ഒരു സഹപ്രവർത്തകൻ വഴി അന്വേഷണ സംഘത്തിന്റെ മുന്നിലെത്തിക്കുകയായിരുന്നു ചെയ്തത്. അതിന് പിന്നിൽ ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമുണ്ട്. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട ചില പ്രമുഖരുടെ പേരുകളൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. സ്വാഭാവികമായും അത്തരം ആളുകളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടുകയാണോ പൾസർ സുനിയുടെ ലക്ഷ്യം? കാരണം ഇയാളുടെ ചരിത്രവും പശ്ചാത്തലവും ഒക്കെ പരിശോധിച്ചാൽ ഒരു കൊടും ക്രിമിനലാണ്. ഈ സംഭവത്തിലും നമുക്ക് വെളിപ്പെട്ടതാണ് ഇയാൾ കൊടും ക്രിമിനൽ ആണെന്നുള്ള വിവരം. അതുകൊണ്ട് തന്നെ അയാളുടെ ക്രിമിനൽ ബുദ്ധിയിൽ തെളിഞ്ഞ ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമാണോ ഇത് എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും മാധ്യമങ്ങളുമായോ ഒന്നും പങ്കുവയ്ക്കാൻ തയ്യാറല്ല. കാരണം പ്രമുഖരുടെ പേരുകളടക്കം ഇയാൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു പ്രമുഖ മിമിക്രിക്കാരത്തിന്റെ പേരാണ് പൾസർ സുനി ജിൻസനോട് പറഞ്ഞത് എന്നാണ് നമുക്ക് അനൗദ്യോഗികമായി ലഭിച്ച വിവരം. അത് പുറത്തു പറയാൻ കഴിയുന്ന സാഹചര്യമല്ല ഇപ്പോൾ. പോലീസ് സംശയിക്കുന്നത് പോലെ ബ്ലാക്ക് മെയിലിംഗ് ആണെങ്കിൽ അത് വളരെ ശരിയല്ലാത്തൊരു രീതിയാവും എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ പേര് പറയുന്നില്ല. പക്ഷേ പൾസർ സുനി ഈ ജിൻസനോട് പറഞ്ഞ കാര്യം തൽക്കാലത്തേക്ക് പോലീസ് രേഖപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇന്ന് തന്നെ മജിസ്ട്രേറ്റ് മുമ്പാകെ ജിൻസനെ ഹാജരാക്കി 164 സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്താനാണ് തീരുമാനം. സാലിഹ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട ഒരു നിർണായക ഘട്ടമാണ്. പൾസർ സുനിക്കൊപ്പം ജയിലിൽ കഴിഞ്ഞിരുന്ന ജിൻസന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോകുകയാണ് പോലീസ്. ചില കാര്യങ്ങൾ സുനി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നേരത്തെ ജിൻസൺ പോലീസിന് വിവരം നൽകിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്.